പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും ദിനചര്യകളിലും ഒക്കെ കൃത്യത ഉണ്ടായിട്ടും ടോമിൻ്റെ ജീവിതത്തിലെ ലക്ഷ്യത്തിൽ എത്തുമോ എന്നൊരു ആശങ്ക തോന്നിയതുകൊണ്ടാണ് കുന്നിൻ മുകളിലെ ആശ്രമത്തിലെ ഗുരുവിനെ കാണാൻ രാവിലെ തന്നെ അമ്മയും കൂട്ടി ടോം എത്തിയത്. തൻ്റെ ആശങ്കകൾ അത്രയും ഗുരുവിനോട് പങ്കുവച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഈ ആശ്രമത്തിന് ചുറ്റും ഒരു പൊതുവഴിയുണ്ട്, ഒന്ന് ചുറ്റി വരും. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു സ്പൂൺ നിറയെ എണ്ണയും ടോമിനെ ഏൽപ്പിച്ചിട്ട് ഗുരു പറഞ്ഞു, ഒരു തുള്ളി എണ്ണ പോലും കളയാതെ നോക്കണം കേട്ടോ. ടോം വളരെ ശ്രദ്ധയോടെ പുറത്തേക്കിറങ്ങി ഒന്ന് ചുറ്റി കറങ്ങി വന്നു. ആ സ്പൂണിൽ ഒരു തുള്ളി എണ്ണ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗുരുവിന് അത് മനസ്സിലായി. ടോമിനോട് ചോദിച്ചു, പുറത്ത് കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ടോം പറഞ്ഞു, ഈ സ്പൂണിലെ എണ്ണ നഷ്ടപ്പെടാതെ നോക്കുന്നതിനിടയിൽ ഒരു കാഴ്ചകളും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു, എങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ചുറ്റി വരൂ, ഈ എണ്ണ കളയരുത്, മാത്രമല്ല എല്ലാ കാഴ്ചകളും കാണുകയും വേണം. ടോം മെല്ലെ ശ്രദ്ധയോടെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് പ്രകൃതിയുടെ സൗന്ദര്യവും കുന്നിൻ്റെ മനോഹാരിതയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. എത്രയോ ആൾക്കാർ, എത്രയോ ആഘോഷങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കുകയും ആസ്വദിക്കുകയും ചിലരെയൊക്കെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് അല്പം വൈകിയാണെങ്കിലും തിരികെ ആശ്രമത്തിലേക്ക് എത്തി ടോം. ഗുരു ചോദിച്ചു, എന്തൊക്കെയായിരുന്നു കാഴ്ചകൾ? ടോമിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം ഗുരു ചോദിച്ചു, സ്പൂണിലെ എണ്ണ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് ടോമും ആ സ്പൂണിലേക്ക് ശ്രദ്ധിച്ചത്. ഒരു തുള്ളി എണ്ണ പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഗുരു പറഞ്ഞു, കാഴ്ചകളിലേക്ക് കണ്ണടയ്ക്കുകയല്ല, ആസക്തിയില്ലാതെ കാണുകയും ലക്ഷ്യം മറക്കാതെ മുമ്പോട്ട് പോവുകയുമാണ് വേണ്ടത്. അങ്ങനെയാണ് ലക്ഷ്യപ്രാപ്തി നേടുക. കണ്ണടയ്ക്കുകയല്ല, കാഴ്ചകളിൽ മയങ്ങിപ്പോകാതെ ഇരിക്കട്ടെ. ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ജീവിതം ലഹരിമുക്തമായിരിക്കും. എൻ്റെ ഭവനം ലഹരിമുക്തമായിരിക്കും. എൻ്റെ വിദ്യാലയം ലഹരിമുക്തമായിരിക്കണം. ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ധാരാളം കുട്ടികൾ ഈ പ്രശ്നം അനുഭവിക്കുന്നതാണ്. ഇത് മാറ്റം വരാത്ത ഒരു വിഷയമല്ല. ഉണരുവിൻ യോദ്ധാക്കളെ, ഉണരുവിൻ ഭാവഗായകരെ, അണിയുമാറിൽ അനശ്വരമാത സ്നേഹത്തിൻ പൂക്കൾ. മനം മയക്കുന്ന കാഴ്ചകളും കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളും എത്രയോ വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളുമാണ് നമുക്ക് ചുറ്റും. ഇതിലൊക്കെ ആണ്ടുപോയാൽ എത്തേണ്ട വഴി പാതി വഴിയിൽ മുടങ്ങിപ്പോകാം, അല്ലെങ്കിൽ എത്താൻ വൈകിപ്പോകാം. ഇതിലേക്കൊക്കെ നയിക്കാൻ എത്രയോ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗവും. ഇതിലൊക്കെ വീണുപോയാൽ ഒരിക്കലും മടങ്ങി വരില്ല. ഇതിലൊക്കെ വീണു പോകില്ല എന്നല്ല, വീണു പോകുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നതുകൂടിയാണ് നമ്മുടെ പ്രതിജ്ഞ. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് അതിജീവിക്കാം ആസക്തിയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലഹരിമുക്ത ജീവിതം, ലഹരിമുക്ത ഭവനം, ലഹരിമുക്ത വിദ്യാലയം എന്ന ഒരു വലിയ സത്യമാണ്, കാര്യമാണ്. നാം സ്വീകരിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയായിരുന്നു. നമ്മളുടെ സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ, പള്ളികളിലൊക്കെ ആ ദിവസമോ അതിനോട് ചേർന്ന ദിവസമോ ഈ ഒരു പ്രതിജ്ഞ സ്വീകരിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് പ്രതിജ്ഞാബദ്ധമാവണം. എൻ്റെ ജീവിതം ലഹരിമുക്തമായിരിക്കും. എൻ്റെ ഭവനം ലഹരിമുക്തമായിരിക്കും. എൻ്റെ വിദ്യാലയം ലഹരിമുക്തമായിരിക്കണം. ഇങ്ങനെ ഒരു പ്രതിജ്ഞ സ്വീകരിക്കാനും അല്ലെങ്കിൽ പ്രതിജ്ഞ പുതുക്കുവാനും പ്രതിജ്ഞയിലേക്ക് നമ്മളുടെ സ്നേഹിതരെ നയിക്കുവാനും
ഉള്ള ഒരവസരമായി നമുക്കിതിനെ രൂപാന്തരപ്പെടുത്താം. ലഹരിമുക്തമായിരിക്കട്ടെ നമ്മളുടെ സമസ്ത ജീവിതവും. എങ്ങനെയാണ് ലഹരി എന്ന ഒരു വലിയ നീരാളിപ്പിടുത്തം നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത്? ലഹരി ഉപയോഗിച്ച് അത് ശീലമാക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന രസം ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അധികമായിരിക്കും, ആവശ്യത്തിലും അധികമായിരിക്കും. അത് ഒരു ദിവസം ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡോപ്പമിൻ്റെ അംശം കുറഞ്ഞു പോകും. ഡോപ്പമിൻ്റെ അംശം കുറഞ്ഞു പോയാൽ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോകും. പിരിമുറുക്കമുണ്ടാവും. അങ്ങനെ പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ അയാൾ വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിന് നിർബന്ധമാവുകയാണ്. പൈസ, ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പണം കയ്യിലില്ലെങ്കിൽ അത് അപഹരിച്ചെടുക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചുപയോഗിക്കുവാനുള്ള വല്ലാത്ത ഒരു നിലയിലേക്ക് പോകും. ഇതിനാണ് ആസക്തി എന്ന് പറയുന്നത്. ലഹരിയുടെ ഉപയോഗം ആസക്തിയിലേക്ക് നയിക്കുന്നത് ഇങ്ങനെയാണ്. പിരിമുറുക്കം കുറയ്ക്കാൻ വീണ്ടും ലഹരി ഉപയോഗിച്ച് ആസക്തിയിലേക്ക് വഴുതി വീഴുകയായി. അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിത രീതി വരുമ്പോൾ അഭിശപ്തമായി പോവുകയാണ് ജീവിതം എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരനെ കണ്ടാൽ അയാളോട് ശാന്തമായി ഉപദേശിക്കണം. അയാളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേകം നമ്മൾ അയാളെ ശാന്തമായി ഉപദേശിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രബോധനം നൽകണം. പ്രതിജ്ഞാബദ്ധമാവണം. 2, മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് ലഹരിയുടെ ആസക്തിയിൽ നിന്ന് വിമുക്തമാക്കുവാൻ തീർച്ചയായും നമ്മളതൊരു മിഷനായി, ഒരു ദൗത്യമായി, ഒരു നിയോഗമായി അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. 3, ഒരു ദുശ്ശീലത്തെ നമുക്ക് അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന ചോദ്യം. അതിന് നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തുകയാണ്. നല്ല ശീലങ്ങൾ വളർത്തുമ്പോൾ ദുശ്ശീലങ്ങൾ ഓടിപ്പൊക്കളയും. നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്, മികവുകളുണ്ട്, വാസനകളുണ്ട്. അതിനെ പരിശീലനം കൊണ്ട് പ്രോജ്വലിപ്പിച്ച് ജീവിതത്തെ സർഗാത്മകമാക്കുവാൻ, ക്രിയാത്മകമാക്കുവാൻ നമുക്ക് കഴിയും. അതൊരു മാർഗമാണ്. 2ാമത്തെ മാർഗം, നമുക്ക് സത്സംഗം ഉണ്ടാവണം. സത്സംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ആളുകളുമായുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ശീലങ്ങൾ, യോഗ പരിശീലനം, കായികവും കലാപരവുമായ നമ്മളുടെ നിർലീനമായിരിക്കുന്ന മികവുകളും കഴിവുകളും പ്രോജ്വലിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കുവാൻ കഴിയും. ഇങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ദുശ്ശീലങ്ങളിലേക്ക് നാം ചാഞ്ഞു പോവുകയില്ല, വഴുതി വീഴുകയില്ല. മാത്രമല്ല, നമ്മളുടെ ജീവിതം അനുഗ്രഹകരമായി സ്വന്തം ജീവിതത്തെ അങ്ങനെ ആസ്വാദ്യകരമാക്കാനും മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളവരായി ജീവിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളത് നാം പ്രത്യേകം ഈ അവസരം ഓർക്കണം. ലഹരി മുക്ത സമൂഹം, ലഹരിമുക്ത സഭ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും വിദ്യാലയത്തെ സംബന്ധിച്ചും നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് വിഭാവനം ചെയ്തുകൊണ്ട്
പ്രതിജ്ഞയെടുക്കുവാൻ, മറ്റുള്ളവരെ പ്രബോധനം വഴി ജീവിതത്തിൻ്റെ ക്രിയാത്മകതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അതോടൊപ്പം തന്നെ നമ്മളിൽ നിർലീനമായിരിക്കുന്ന നല്ല ശീലങ്ങളെ പരിശീലനത്തിലൂടെ മികവുള്ളതാക്കി പ്രോജ്വലിപ്പിച്ച് ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിലേക്ക്, ലഹരി ഉപഭോഗം എന്ന ദുശ്ശീലങ്ങളിലേക്ക് വീഴാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാനും ജീവിതം അനുഗ്രഹകരമാക്കുവാനും കഴിയും. നിങ്ങളെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവണം എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കുവാനുള്ള അവസരമായി നാം ഈ ദിവസങ്ങളെ കാണാം. ദൈവം തമ്പുരാൻ്റെ കൃപ നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സാഗരം നീന്തിക്കഴിഞ്ഞല്ലോ, ഒരു പകുതി ജീവിതം ബിന്ദു കഴിഞ്ഞല്ലോ. കണ്ണു നിറയല്ലേ പൊന്നേ നിന്റെ കനവുകൾ ഓർത്തെടുത്താലും, കണ്ണു നിറയല്ലേ പൊന്നേ നിന്റെ നിലവുകൾ കോർത്തെടുത്താലും, ഇന്നിന്റെ കയ്യിലെ പാനപാത്രങ്ങളിൽ നിറയ്ക്കൊല്ലേ മധുചഷകം. ലഹരി തൻ വിഷച്ചാറൊഴുക്കിയിടല്ലേ. കുതിക്കുന്നു ലോകം മുന്നിൽ നിങ്ങൾ കാണാ കാലത്തിൻ ചിറകിൽ. ഇടറാതെ മനമിടറാതെ ഉണരൂ പുത്തൻ പ്രഭാതങ്ങളെ. അകലെ മാനത്തിൻ ചക്രവാളങ്ങളിൽ പടർത്തല്ലേ വിഷമണികൾ. വെറുപ്പിൻ മൂകതകൾ. കുതിക്കുന്നു ലോകം മുന്നിൽ നിങ്ങൾ കാണാ കാലത്തിൻ ചിറകിൽ. ഇടറാതെ മനമിടറാതെ ഉണരൂ പുത്തൻ പ്രഭാതങ്ങളെ. അകലെ മാനത്തിൻ ചക്രവാളങ്ങളിൽ പടർത്തല്ലേ വിഷമണികൾ. വെറുപ്പിൻ മൂകതകൾ. ഒരു ദുഃഖസാഗരം നീന്തിക്കഴിഞ്ഞല്ലോ, ഒരു പകുതി ജീവിതം ബിന്ദു കഴിഞ്ഞ
കഴിഞ്ഞല്ലോ. ഉണരുവിൻ യോദ്ധാക്കളെ, ഉണരുവിൻ ഭാവഗായകരെ, അണിയുമാറില നശ്വരമാതൃ സ്നേഹത്തിൻ പൂക്കൾ. നിങ്ങൾ വാഗ്ദാനങ്ങൾ, നിങ്ങൾ വാഗ്ദാനങ്ങൾ, ഭാവിതൻ വാഗ്ദാനങ്ങൾ, ഭാവിതൻ വാഗ്ദാനങ്ങൾ. ഒത്തിരി കൂട്ടുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒബ്സഷൻ എന്താണ്, കമ്പൽഷൻ എന്താണ്, ഇതിൻ്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കാൻ ശ്രമിച്ചു. എന്നാൽ OCD വന്നു പോയാൽ എന്തു ചെയ്യും? മരുന്ന് കഴിച്ച് ചികിത്സിക്കാം, മരുന്നില്ലാതെ ചികിത്സിക്കാം. എന്നാൽ ഇതിലൊക്കെ പ്രധാനമായി രക്ഷാകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ചർച്ച ചെയ്ത് ഈ വിഷയം നമുക്ക് ഈ ആഴ്ച അവസാനിപ്പിക്കാം. ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു. OCD രക്ഷാകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ടത്. പല ആളുകളും ഈ OCD ഉള്ള പല കുട്ടികളും ചിന്തിക്കുന്നത്, ഞാനൊരു മോശം കുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തകൾ എനിക്ക് വരുന്നത്. കാരണം ലോകത്ത് വേറെ ആർക്കും ഇങ്ങനൊന്നും ഇല്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ ഇത് വരുന്നത് എന്ന് കുട്ടികൾ ചിന്തിക്കുന്നു. പക്ഷേ ഓർക്കുക, സമൂഹത്തിൽ ഏതാണ്ട് 1% ആളുകൾക്ക് ഈ OCD എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഒക്കെ ഇത് വ്യാപകമായിട്ടുണ്ട്. മുതിർന്നവരിലും കാണുന്നൊരു സംഗതി തന്നെയാണ്. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിലെ രാസഘടനയുടെ ഒരു സവിശേഷത മൂലമാണ് ഇത് വരുന്നത്. നമുക്കറിയാം, തലച്ചോറിൽ മറ്റ് ശരീരാവയവങ്ങളിലെല്ലാം ഉള്ളതുപോലെ കോശങ്ങളുണ്ട്. മസ്തിഷ്ക കോശങ്ങൾ അഥവാ ന്യൂറോൺസ് എന്നാണ് അവയെ പറയുന്നത്. 2 മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഇടവേളയിൽ ഒരു സിനാപ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ സിനാപ്സിൽ ചില രാസവസ്തുക്കൾ നിലനിൽക്കുന്നു. ഈ രാസവസ്തുക്കളെയാണ് നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, സംവേദനങ്ങൾ, വികാരങ്ങൾ എന്നിവയെല്ലാം വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു നാഡീകോശത്തിൽ നിന്ന് മറ്റൊരു നാഡീകോശത്തിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാഡീ സംപ്രേക്ഷണികളായ രാസവസ്തുക്കളുടെ അളവ് ഒരു പ്രത്യേക ക്രമത്തിൽ നിന്നാൽ മാത്രമേ സ്വാഭാവിക ചിന്തകൾ, ആരോഗ്യകരമായ ഓർമ്മകൾ, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു നാഡീ സംപ്രേക്ഷണിയുണ്ട്. ഈ സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിലെ ചില മേഖലകളിൽ കുറയുമ്പോഴാണ് ഇത്തരം തെറ്റായ ചിന്തകൾ, ആവർത്തന സ്വഭാവമുള്ള തെറ്റായ ചിന്തകൾ, അത് തെറ്റാണ് എന്ന് അത് അനുഭവിക്കുന്ന ആളിനെ അറിയാമെങ്കിലും അയാൾക്ക് അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുന്നില്ല. ആ ചിന്തകൾ അയാളെ അസ്വസ്ഥപ്പെടുത്തുന്നു. അയാളുടെ പഠനത്തെയും ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും കുടുംബജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെയും സൗഹൃദങ്ങളെയും എല്ലാം അത് ബാധിക്കുകയും ചെയ്യുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. കൃത്യമായി ഇത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ് പരിഹാരം. എത്രയും നേരത്തെ ചികിത്സിക്കുന്നോ അത്രയും വേഗം ഇത് പൂർണ്ണമായിട്ടും ഭേദമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സ 3 ഘടകങ്ങൾ ഒത്തുചേർന്നതാണ്. ഒന്ന്, ഈ തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിക്കുമ്പോൾ തലച്ചോറിലെ ഈ നാഡീ സംപ്രേക്ഷണികളുടെ അളവ് നോർമലാകുന്ന ക്രമത്തിൽ പതിയെ ഈ ചിന്തകളുടെ തീവ്രത കുറഞ്ഞ് അത് ഇല്ലാതെയാകും. 2, മനഃശാസ്ത്ര ചികിത്സകളാണ്. ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊരു സംഗതിയുണ്ട്. ഒരു 12 വയസ്സ് തൊട്ട് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ഈ മനഃശാസ്ത്ര ചികിത്സ വഴി കുറേ പുരോഗതി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ചിന്തകളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ തെറ്റായ ചിന്തകൾക്ക് പകരം ശരിയായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പതിയെ ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീരെ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറ്റിയെന്ന് വരില്ല. അവിടെ ബിഹേവിയർ തെറാപ്പി എന്നൊരു സംഗതിയുണ്ട്. ആ ബിഹേവിയർ തെറാപ്പിയിൽ തന്നെ എക്സ്പോഷർ വിത്ത് റെസ്പോൺസ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ERP എന്നൊരു ചികിത്സയുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുട്ടിയെ റിലാക്സേഷൻ പരിശീലനമൊക്കെ നൽകിയ ശേഷം, ഇപ്പോൾ കയ്യിൽ അഴുക്കിരിപ്പുണ്ടെന്നുള്ളതാണ് അവൻ്റെ പ്രശ്നമെങ്കിൽ, കയ്യിൽ അവൻ ചെളി കുഴയ്ക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും. ഈ ചെളി കുഴച്ച ശേഷം ഒരു മണിക്കൂർ നേരമെങ്കിലും കൈ കഴുകാതെ വെറുതെ ഇരിക്കുക, അവൻ പഠിച്ചിട്ടുള്ള റിലാക്സേഷൻ പരിശീലനം ചെയ്യുക. അതുവഴി
നമ്മളിപ്പോൾ ഉടനടി കൈ കഴുകിയില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല, നമുക്കൊരു കുഴപ്പവും വരില്ല എന്ന് അവന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. ഈ രീതിയിൽ തീരെ ചെറിയ കുട്ടികളെയും നമുക്ക് സഹായിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ ഇത് തിരിച്ചറിയണമെന്നുള്ളതാണ്. പലപ്പോഴും ഇത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾ വൃത്തി കൂടുതൽ കാണിക്കുന്നു, നല്ല കാര്യം എന്ന് കരുതും. പക്ഷേ അത് പരിധി വിട്ടു പോകുമ്പോഴാണത് പ്രശ്നമായിട്ട് വരുന്നത്. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒബ്സഷനുകളുടെ വകഭേദങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇത് കുട്ടികൾ വന്ന് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞാൽ മാതാപിതാക്കൾ അത് ഗൗരവമായിട്ട് എടുക്കണം. ഇത് നിസ്സാരമായൊരു വിഷയമായിട്ട് കരുതി അവരെ ശാസിച്ച് വഴക്ക് പറഞ്ഞ് നീ ഇതൊക്കെ മനസ്സിൽ നിന്നങ്ങ് മാറ്റിയാൽ മതി എന്നൊക്കെ വെറുതെ പറഞ്ഞ് നിർത്തിക്കളയരുത്. അവർക്ക് വേണ്ട മാനസികമായ പിന്തുണ കൊടുക്കണം. ആദ്യഘട്ടമെന്നുള്ള നിലയിൽ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാകണം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചറിയണം. എത്ര പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണെങ്കിലും അത് തുറന്നു പറയുമ്പോൾ ശ്രദ്ധാപൂർവം അവസാനം വരെ അവരെ കേൾക്കാൻ തയ്യാറാകണം. അവർ എന്തുകൊണ്ട് ആ പറയുന്ന ചിന്തകൾ തെറ്റാണ് എന്ന് സമാധാനപൂർവ്വമായിട്ട് വിശദീകരിച്ചു കൊടുക്കണം. ചില കുട്ടികൾക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഈ വിശദീകരണം കേൾക്കുമ്പോൾ തന്നെ അവരുടെ പ്രയാസങ്ങൾ കുറഞ്ഞേക്കും. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറെ കാണിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് തയ്യാറാകണം. കൃത്യമായ ചികിത്സ എത്രയും നേരത്തെ തുടങ്ങിയാൽ പൂർണ്ണമായിട്ട് ഇതിനെ ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ധാരാളം കുട്ടികൾ ഈ പ്രശ്നം അനുഭവിക്കുന്നതാണ്. ഇത് മാറ്റം വരാത്ത ഒരു വിഷയമല്ല, ചികിത്സയില്ലാത്ത ഒരു രോഗവുമല്ല. കൃത്യമായ ചികിത്സ എടുത്താൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന ഈ എഴുതുന്നതിൽ പിന്നെയും വെട്ടുവരുത്തി കൊടുത്ത ആ കുട്ടിയെ ഞങ്ങൾ കൃത്യമായിട്ട് ചികിത്സയ്ക്ക് വിധേയമാക്കി. അവനെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടിരുന്നുവെങ്കിൽ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോയേനെ. അവൻ്റെ ഈ രോഗം ഒരിക്കലും മാറാതെ ഇരുന്നു പോയേനെ. ഞങ്ങൾ ചികിത്സ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ ആ രോഗലക്ഷണങ്ങളൊക്കെ ശമിച്ചു. അവൻ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, എഴുതുന്നു. കുഴപ്പമില്ലാത്ത രീതിയിലൊരു സാധാരണ ജീവിതത്തിലേക്ക് അവൻ മടങ്ങിയെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. എത്രയും നേരത്തെ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് തയ്യാറായാൽ ഇത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ ഇന്ന് സാധിക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, ഞായർപള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 271310 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.